UDFന് 100 സീറ്റ് ലഭിക്കുമെന്ന പ്രഖ്യാപനം വെറുതെയല്ല. പല രീതിയിലുള്ള രാഷ്ട്രീയ കളികൾക്കും കേരളം സാക്ഷിയാകാൻ പോവുകയാണ്. അതിൽ പ്രധാനം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമം. എന്തു നിബന്ധനകൾ അംഗീകരിച്ചും കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചരടുവലികൾ നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ പല നീക്കുപോക്ക് ചർച്ചകളും നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ മടങ്ങിവരവ് സാധ്യമായാൽ നിലവിലെ UDFിലെ ഘടകകക്ഷികളിൽ പ്രശ്നത്തിലാകുന്നത് ജോസഫ് ഗ്രൂപ്പ് മാത്രമാണ്. ജോസഫ് ഗ്രൂപ്പ് മാത്രമേ ഈ നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നുള്ളൂ. PV അൻവർ തൊടുപുഴയിൽ ജോസഫിന്റെ വീട്ടിൽ നടത്തിയ സന്ദർശനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചില കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായത്തെപ്പറ്റി ചർച്ച നടത്തിയതായിട്ടാണ് അറിയുന്നത്. കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും മോൻസിന്റെ ചില നിബന്ധനകൾ കേരള കോൺഗ്രസ് എം അംഗീകരിച്ചാൽ മുന്നണി വിപുലീകരണം സാധ്യമാകുമെന്നാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. അതിൽ പ്രധാനം പാലാ MLA മാണി സി കാപ്പനെ ജോസഫ് ഗ്രൂപ്പിലെത്തിച്ച് ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിൽ നിലനിർത്തണം എന്നാണെന്നാണ് മുതിർന്ന ജോസഫ് ഗ്രൂപ്പ് നേതാവ് പറഞ്ഞത്. അതുപോലെ തന്നെ ജോസ് കെ മാണി രാജ്യസഭ MP ആയി തുടരുകയും അടുത്ത തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നുമാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട്. അത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കേരള കോൺഗ്രസ് എമ്മിലെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്ന് മാറി പാലായിൽ മത്സരിക്കാനും ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കാനുമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് UDFിലേക്കുള്ള ചർച്ചകളും നടക്കുന്നത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ തന്നെ മുതിർന്ന ഒരു നേതാവിന്റെ സപ്പോർട്ടും ചർച്ചകൾക്ക് പിന്നിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. UDFിനെ സംബന്ധിച്ച ഈ തിരഞ്ഞെടുപ്പ് ഒരു അഗ്നി പരീക്ഷയാണ്. ഈ തവണയും കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഒരു തിരിച്ചുവരവ് ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് നേതാക്കളും UDFും തയ്യാറാകുന്നത്. അതിൽ പ്രധാനമാണ് കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത്. പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ജോസ് കെ മാണിയെ UDFിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായ പ്രകടനം വന്നതും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ ഫലമായിട്ടാണ്. LDFിലെ തന്നെ ചെറുതും വലുതുമായ പല ഘടകകക്ഷികളോടും UDF നേതാക്കൾ ഇതിനകം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വ്യക്തമായ ചിത്രം തെളിയും എന്ന് തന്നെയാണ് വിശ്വാസം. ഏതൊക്കെ തരത്തിലുള്ള മുന്നണി വിപുലീകരണം നടത്തിയാലും കോൺഗ്രസിനുള്ളിലെയും UDFിനുള്ളിലെയും പ്രശ്നങ്ങളും തമ്മിൽ തല്ലും ഒഴിവാക്കിയാൽ മാത്രമേ UDF രക്ഷപ്പെടുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.